അടിമാലിയിൽ വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി ആദിവാസി കുടുംബങ്ങൾ. ആദിവാസി മേഖലയിൽ വനം വകുപ്പ് അതിക്രമം കാണിച്ചുവെന്നാരോപിച്ച് അടിമാലി പഞ്ചായത്തിലെ 4-ാം വാർഡായ കട്ടമുടി ആദിവാസി മേഖലയിലെ കുടുംബങ്ങൾ മച്ചിപ്ലാവ് ഫോറസ്റ്റ് സ്റ്റേഷനു മുമ്പിൽ ഉപരോധ സമരം നടത്തി. ആദിവാസി മേഖലയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഏലച്ചെടികൾ നശിപ്പിച്ചുവെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആക്ഷേപം. അതേസമയം പ്രദേശം പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡായ കട്ടമുടി ആദിവാസി മേഖലയിലെ കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി മച്ചിപ്ലാവിലെ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലെത്തിയത്. ആദിവാസി മേഖലയുടെ ഭാഗമായ കുഞ്ചിപ്പെട്ടിക്കുടിയിലടക്കം കൃഷി ചെയ്തിരുന്ന ഏലച്ചെടികൾ വനം വകുപ്പ് നശിപ്പിച്ചെന്നും അതിക്രമം കാണിച്ചെന്നുമാണ് ആദിവാസി കുടുംബങ്ങളുടെ പരാതി. കുഞ്ചിപ്പെട്ടിക്കുടിയിലടക്കം കൃഷി ചെയ്ത 5ഓളം വരുന്ന കർഷകരുടെ ഏലച്ചെടികളാണ് വനപാലകർ വെട്ടി നശിപ്പിച്ചത്. ഞാൻ കുഞ്ചിപ്പെട്ടിക്കുടിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ താമസിക്കുമ്പോൾ ഞങ്ങൾ തോട്ടത്തിൽ പണിയുന്നു. കുറച്ച് ഏലത്തോട്ടം ഇട്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ കുറേ ഫോറസ്റ്റുകാർ 4-5 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് കത്തിയും കൊണ്ട് വെട്ടുകയൊക്കെ ചെയ്ത് ഏലച്ചെടികളൊക്കെ വെട്ടി നട്ട തൈയും വള്ളിയൊക്കെ അടിച്ചേക്കണ തൈയൊക്കെ കുറേ നശിപ്പിച്ചവർ. ഞങ്ങളുടെ 4-5 പേരുടെയൊക്കെ വെട്ടിയിട്ടുണ്ട്. കുറേ തൈയൊക്കെ വെട്ടിയേക്കണവർ. പിന്നെ ഇവർ കയറി വന്നിട്ടും ഞങ്ങൾ അറിഞ്ഞതുപോലുമില്ല. ഇവർ കുടിച്ചിട്ടാണോ വന്നതെന്നറിയില്ല. എടി പൊടിയെന്നൊക്കെ വിളിച്ചിട്ടാണ് ഇവർ കാടിനുള്ളിലേക്ക് കയറി ഏലച്ചെടിയൊക്കെ വെട്ടിയത്. 70 വർഷക്കാലമായി മുതുവാൻ സമുദായക്കാരായ തങ്ങൾ അധിവസിച്ചു വരുന്ന പ്രദേശത്താണ് വനം വകുപ്പ് കടന്നു കയറിയതെന്ന ആരോപണമാണ് കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. വർഷങ്ങളായി കൃഷിയും മറ്റുമാണ് പ്രദേശവാസികളുടെ ഉപജീവന മാർഗം. ഇതാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 5ഓളം വരുന്ന വനപാലകർ എത്തി വെട്ടി നശിപ്പിച്ചത്. ഞങ്ങൾ 65-70 വർഷക്കാലമായിട്ട് കട്ടമുടി ട്രൈബൽ സെറ്റിൽമെൻറ്റിലെ ആദിവാസികൾ ഞങ്ങൾ ജീവിക്കുന്ന ഒരു മേഖലയും കുടിയുമാണ്. മറ്റ് സമുദായങ്ങൾ ആരുമില്ല, ഞങ്ങളുടെ മുഴുവന്മാർ മാത്രം. ഈ 70 വർഷക്കാലമായിട്ടും സെറ്റിൽമെൻ്റായിട്ടും ഫോറസ്റ്റ് ഏരിയ ആയിട്ടും ഞങ്ങൾ ജീവിച്ചു വരുന്നത് എല്ലാ ഉദ്യോഗസ്ഥർക്കും അറിയുകയും ചെയ്യാം. ഇപ്പം ഞങ്ങളുടെ ഏലം വെട്ടി നയിപ്പിച്ച് പിള്ളേരെ വളർത്താനുള്ള ഏലം മൊത്തം കളഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് ഫോറസ്റ്റുകാർ. എന്നാൽ ഫോറസ്റ്റ് വനഭൂമിയിൽ ഏറ്റവും മുൻഗണനയായിട്ട് മേൽനോട്ടം വഹിക്കുന്നതും കാവൽക്കാരായിട്ട് കഴിയുന്നതും ഞങ്ങളുടെ മുഴുവന്മാർ തന്നെയാണ്. എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ കൊള്ളത്തരവും കള്ളത്തരവും കാണിക്കുന്നതും ഫോറസ്റ്റുകാർ തന്നെയാണ്. ഞങ്ങളെ പാവങ്ങളെ അവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അത് അനുവദിച്ച് തരുവാൻ ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിച്ച് കൊള്ളുകയാണ്. വനം വകുപ്പ് നശിപ്പിച്ചതായി ആക്ഷേപം ഉന്നയിക്കുന്ന ഏലച്ചെടികളുമായി എത്തിയായിരുന്നു കുടുംബങ്ങളുടെ പ്രതിഷേധം. പ്രതിഷേധത്തിൽ സ്ത്രീകളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. അഞ്ചോളം കർഷകരുടെ ഏലച്ചെടികളാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നും സംഭവത്തിൽ നടപടി വേണമെന്നുമാണ് ആദിവാസി കുടുംബങ്ങൾ ആവശ്യപ്പെട്ടത്. അതേസമയം പ്രദേശം പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് അടിമാലി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ നൽകുന്ന വിശദീകരണം. ചെയ്ത കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ചൊരു ധാരണയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കുറച്ച് മോശമായ വാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നു. കൃഷി ചെയ്ത് ഏലമൊക്കെ വെട്ടിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ അവിടെ വന്ന് നിങ്ങൾ നാട്ടുകാരായിട്ട് അവിടെ വന്നിട്ട് കൃഷി സ്ഥലമൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ ശാന്തരായിട്ട് തിരിച്ചു പോകണമെന്നാണ് പറയുന്നത്. കാര്യങ്ങൾ സ്റ്റാഫിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഇടിപൊടിയെന്നോ അല്ലെങ്കിൽ മര്യാദയില്ലാത്ത വാക്കുകളോ പ്രവൃത്തികളോ ഇന്നു മൂലം ഉണ്ടാവില്ല. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അടിമാലി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. തുടർന്ന് അടിമാലി റേഞ്ച് ഓഫീസറുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കുടികളിലെത്തുന്ന വനപാലകർ കുടിനിവാസികളോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ നടപടി സ്വീകരിക്കുമെന്ന് റേഞ്ച് ഓഫീസർ ഉറപ്പ് നൽകി. കൂടാതെ ഏലം വെട്ടി നശിപ്പിച്ച സ്ഥലത്ത് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തുമെന്നും വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.